പ്രിയമുള്ള വിദ്യാർത്ഥികളെ, മറ്റൊരു ഗണിത ക്ലാസ്സിലേക്ക് എല്ലാവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പരീക്ഷയുടെ ഡേറ്റെല്ലാം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഈ വർഷത്തെ SLC മാത്തമാറ്റിക്സ് പരീക്ഷയ്ക്ക് പ്രത്യേക ശ്രദ്ധ ഊന്നി പഠിക്കേണ്ട പാഠഭാഗങ്ങളും നിങ്ങൾ കണ്ടു കഴിഞ്ഞു. സാധാരണ മാത്സ് എക്സാമിനേഷന് വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്ന ഒരു ഭാഗമാണ് നിർമ്മിതികൾ അഥവാ കൺസ്ട്രക്ഷൻസ്. ഇൻസ്ട്രുമെൻറ്റ് ബോക്സിൽ ഉപകരണങ്ങളുടെ സഹായത്തോടുകൂടി വരയ്ക്കാനുള്ള 2-3 ചിത്രങ്ങൾ സാധാരണ വരാറുണ്ട്. കണക്ക് എന്ന വിഷയം കുറച്ച് ബുദ്ധിമുട്ടായി തോന്നുന്ന വിദ്യാർത്ഥികൾക്ക് പോലും വളരെ എളുപ്പത്തിൽ മാർക്ക് വാങ്ങാൻ പറ്റിയ ഒരു ഭാഗമാണ് നിർമ്മിതികൾ. അതിൽ ഈ വർഷം നമ്മൾ പ്രത്യേക ശ്രദ്ധയൂന്നി പഠിക്കണമെന്ന് SCERT നിർദ്ദേശിച്ച ചില നിർമ്മിതികളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ ചർച്ച ചെയ്യാൻ പോകുന്നത്. ആദ്യ ചോദ്യം: ഡ്രോ എ റെക്റ്റാങ്കിൾ ഓഫ് വിഡ്ത്ത് 7 cm ആൻഡ് ഹൈറ്റ് 3 cm. ഡ്രോ എ സ്ക്വയർ ഓഫ് ദി സെയിം ഏരിയ. ഇതേ ചോദ്യം തന്നെ മറ്റൊരു രീതിയിലും ചോദിക്കാം. ഡ്രോ എ സ്ക്വയർ ഓഫ് ഏരിയ 21 സ്ക്വയർ സെൻറ്റിമീറ്റേഴ്സ്. നീളം 7 സെൻറ്റിമീറ്ററും വീതി 3 സെൻറ്റിമീറ്ററുമായ ഒരു ചതുരം വരച്ച് തുല്യ പരപ്പളവുള്ള സമചതുരം വരയ്ക്കുക. പരപ്പളവ് 21 ചതുര സെൻറ്റിമീറ്റർ ആയ ഒരു സമചതുരം വരയ്ക്കുക എന്നും ഇതേ ചോദ്യം ചോദിക്കാം. ഇതെങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് നോക്കാം. നോക്കുക, ചിത്രത്തിൽ 7 സെൻറ്റിമീറ്റർ നീളവും 3 സെൻറ്റിമീറ്റർ വീതിയുമുള്ള ഒരു ചതുരമാണ്. ഈ ചതുരത്തിൻ്റെ അതേ പരപ്പളവുള്ള ഒരു സമചതുരം വരയ്ക്കണം. അതിന് ഈ AP എന്ന വശം വലത്തോട്ട് നീട്ടി വരയ്ക്കുക. അതുപോലെ ഈ വശം, വലതുവശത്ത് ഈ വശം മുകളിലോട്ട് നീട്ടി വരയ്ക്കുക. കോമ്പസിൽ ചതുരത്തിൻ്റെ വീതി, ബ്രെഡ്ത്ത് കുത്തിയെടുക്കുക. അതായത് ഇവിടം തൊട്ട് ഇവിടം വരെയാണ് ഇതിൻ്റെ വീതി അല്ലെങ്കിൽ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത്. ഈ അകലം ഇങ്ങോട്ട് ഈ വരയിൽ കട്ട് ചെയ്യുക. ഈ പോയിന്റ് നമ്മൾ A എന്ന് പേര് കൊടുക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ പോയിന്റ് B എന്ന് പേര് കൊടുക്കും. അപ്പോൾ PBയുടെ നീളം 3 സെൻറ്റിമീറ്റർ ആണ്. ആകെ ABയുടെ നീളം ഇപ്പോൾ 7ഉം 3ഉം 10 സെൻറ്റിമീറ്ററായി. ഇനി ചെയ്യേണ്ടത് AB വ്യാസമാകുന്ന വിധത്തിൽ, AB ഡയമീറ്റർ ആകുന്ന വിധത്തിൽ ഒരു അർദ്ധവൃത്തം വരയ്ക്കുകയാണ്. AB ഡയമീറ്ററായിട്ട് അർദ്ധവൃത്തം വരയ്ക്കണമെങ്കിൽ ABയുടെ മിഡ് പോയിന്റ് കാണണം. അതിന് ABയുടെ മധ്യബിന്ദു, അതിനു വേണ്ടിയിട്ട് ABയുടെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ അഥവാ ലംബ സമവാചി വരയ്ക്കണം. അതിന് കോമ്പസ് ഉപയോഗിക്കാം. Aയിൽ കുത്തുന്നു. ABയുടെ പകുതിയേക്കാൾ കൂടുതൽ അരവെടുക്കുന്നു. അരവെടുത്ത് A കേന്ദ്രമായിട്ട് ഒരു ആർക്ക് ഇതിന് തൊട്ട് മുമ്പിൽ വരയ്ക്കുന്നു. ഇനി B അതേ റേഡിയസ് തന്നെ B കേന്ദ്രമായിട്ടൊരു ആർക്ക്, ഈ 2 ആർക്കുകൾ കട്ട് ചെയ്യുന്ന വിധത്തിൽ ഇത് രണ്ടും കൂടെ കട്ട് ചെയ്തു. ഇനി ചെയ്യേണ്ടത്, ഈ വശത്ത് സ്ഥലം കുറവായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരേ വശത്ത് തന്നെ വരയ്ക്കാൻ പോവാണ്. ഇതിനേക്കാൾ ആർക്ക് അല്പം കൊണ്ട് നീട്ടി വരയ്ക്കുന്നു. കണ്ടോ, കുറച്ചും കൂടെ നീട്ടി വരയ്ക്കുന്നു. ഇതൊന്നും കൂടെ വരയ്ക്കുന്നു. ഇതേ ആരംഭിച്ചുകൊണ്ട് ഈ Aയിൽ കുത്തുന്നു. ഇവിടെ ആർക്ക് കട്ട് ചെയ്യുന്നു. ഈ 2 ആർക്കുകൾ കട്ട് ചെയ്ത പോയിന്റിനെ സ്കെയിൽ വെച്ച് യോജിപ്പിക്കുന്നു. ഇതാണ് ABയുടെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ. ഇത് മിഡ് പോയിന്റ് കിട്ടി. ABയുടെ മിഡ് പോയിന്റ് ഇവിടെ കിട്ടി. ഇത് കേന്ദ്രമായിട്ട്, സെൻറ്ററായിട്ട് ആരം Bയിലേക്കുള്ള അകലം അല്ലെങ്കിൽ Aയിലേക്കുള്ള അകലം, Bയിലേക്കുള്ള അകലം എടുത്താൽ മതി. അർദ്ധവൃത്തം വരച്ചു. അപ്പോൾ നോക്കൂ, ഈ അർദ്ധവൃത്തം ഈ വരയെ, ഈ ലംബമായിട്ട് വരച്ച Pയിലൂടെ ലംബമായിട്ട് വരച്ച വരയെ കട്ട് ചെയ്യുന്ന ബിന്ദു C കൊടുക്കുകയാണെങ്കിൽ, C എന്ന പേര് കൊടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ PCയുടെ നീളം PA × PB = PC² എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ചതുരത്തിൻ്റെ അതേ പരപ്പളവായിരിക്കും PCയുടെ വർഗം. അപ്പോൾ PC വശമായിട്ട് വരയ്ക്കുന്ന ചതുരത്തിൻ്റെ പരപ്പളവ് ഈ
പി സി വശമായിട്ട് വരയ്ക്കുന്ന സമചതുരത്തിൻ്റെ സ്ക്വയറിൻ്റെ പരപ്പരം ഏരിയ ഈ ചതുരത്തിൻ്റെ ഏരിയയ്ക്ക് തുല്യമായിരിക്കും. പി സി നിങ്ങളുടെ കോമ്പസിൽ കുത്തിയെടുക്കുക. ഇതാ പിയിൽ കുത്തി, പി തൊട്ട് സി വരെയുള്ള അകലം. ഇവിടെ ഒരു ആർക്ക് കട്ട് ചെയ്യുക. ഈ ദൂരം ഇപ്പോൾ പി സി ആണ്. ഈ ആർക്ക് എവിടെ നിന്ന് എടുത്തു, ഇവിടെ കുത്തി. 4 സമചതുരമായതുകൊണ്ട് 4 വശത്തേക്കും തുല്യ അകലമായിരിക്കും. ഇങ്ങോട്ടൊരു ആർക്ക് കട്ട് ചെയ്തു. ഇനി ഈ പോയിന്റ് കുത്തി ഇവിടെ കട്ട് ചെയ്തു. ഇത് യോജിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമായ സമചതുരം കിട്ടിക്കഴിഞ്ഞു. അതിൻ്റെ ഏരിയ അഥവാ പരപ്പളവ് PA × PB. ആദ്യത്തെ ചതുരത്തിൻ്റെ പരപ്പളവായ 21 ചതുരശ്ര സെൻറ്റിമീറ്റർ തന്നെ ആയിരിക്കും. നമുക്ക് ആവശ്യമായ സമചതുരം സ്ക്വയർ കിട്ടിക്കഴിഞ്ഞു. ഈ സ്ക്വയറിൻ്റെ ഏരിയ ഈ ചതുരത്തിൻ്റെ ഏരിയയുടെ പരപ്പളവായ 21 തന്നെ ആയിരിക്കും. ഇത് വരച്ച് പരിശീലിക്കുക. വളരെ എളുപ്പത്തിൽ വരയ്ക്കാൻ പറ്റുന്ന ഒരു ചിത്രമാണ്. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കുക. ഡ്രോ എ സ്ക്വയർ ഓഫ് ദ ഏരിയ 15 സ്ക്വയർ സെൻറ്റിമീറ്റർ. 15 ചതുരശ്ര സെൻറ്റിമീറ്റർ പരപ്പളവുള്ള ഒരു സമചതുരം വരയ്ക്കുക. നോക്കുക, നമുക്ക് 15 ചതുരശ്ര സെൻറ്റിമീറ്റർ പരപ്പളവുള്ള ഒരു സമചതുരമാണ് വരയ്ക്കേണ്ടത്. 15 ചതുരശ്ര സെൻറ്റിമീറ്റർ പരപ്പളവുള്ള ഒരു ചതുരം വരയ്ക്കാൻ 15 നമുക്ക് 5×3 അല്ലെങ്കിൽ 15×1 എന്ന് എഴുതാം. 2 സംഖ്യകളുടെ ഗുണനഫലമായി 15 മാറ്റി എഴുതുക. 15 5×3 എഴുതി കഴിഞ്ഞാൽ AP × PB സമം 15 കിട്ടുന്ന വിധത്തിൽ AP യും PB യും കണ്ടെത്തണം. ഇപ്പോൾ 2 സാധ്യതകൾ. ഒന്നിലെ AP യുടെ നീളം 15ഉം PB യുടെ നീളം 1 എടുക്കുക, അല്ലെങ്കിൽ AP യുടെ നീളം 5ഉം 3 എടുക്കുക. ഇവിടെ AP 5ഉം PB 3ഉം എടുത്തു. അപ്പോൾ ആകെ 8 സെൻറ്റിമീറ്റർ നീളമുള്ള AB എന്ന വര വരയ്ക്കുക. എയിൽ നിന്ന് 5 സെൻറ്റിമീറ്റർ അകലത്തിൽ P അടയാളപ്പെടുത്തി. ഇനി ചെയ്യേണ്ടത് ഈ AB ഡയമീറ്റർ ആകുന്ന വിധത്തിൽ ഒരു സെമി സർക്കിൾ വരയ്ക്കുക. AB വ്യാസമാകുന്ന വിധത്തിൽ ഒരു അർദ്ധവൃത്തം വരയ്ക്കുക. ഇത് കോമ്പസ് ഉപയോഗിക്കാം. ആദ്യം AB-യുടെ മിഡ് പോയിന്റ്, മധ്യബിന്ദു കണ്ടുപിടിക്കണം. അതായിരിക്കണം കേന്ദ്രം. ഇപ്പൊ AB-യുടെ പകുതിയേക്കാൾ കൂടുതൽ ആരമെടുക്കുക കോമ്പസിൽ. അതിനുശേഷം ഇരുവശത്തും അതുപോലെ ആർക്കുകൾ വരയ്ക്കുന്നു. എയിൽ കുത്തി അതേ ആരത്ത് തന്നെ ബിയിൽ കുത്തുക. ആർക്ക് വരയ്ക്കുന്നു. കട്ട് ചെയ്തില്ലെങ്കിൽ ഒന്നുകൂടെ എയിൽ കൊണ്ടുവെക്കുന്നു. കട്ട് ചെയ്തു. റേഡിയസ് കുറച്ചുകൂടെ വരയ്ക്കുക. ഇതേ സൈഡിൽ തന്നെ നമുക്ക് വരയ്ക്കാം. ഇപ്പം സൈഡിൽ വരയ്ക്കുന്നത് വരച്ചാലും പ്രശ്നമില്ല. അല്ലെങ്കിൽ ഇതേ സൈഡിൽ തന്നെ വരയ്ക്കാം. രണ്ടാമത്തെ ആർക്ക് പിന്നെ ബിയിൽ കുത്തി. ആരം മാറ്റരുത്. വീണ്ടും ആർക്ക് വരയ്ക്കുന്നു. കട്ട് ചെയ്തു. ഇനി ഈ ആർക്കുകൾ യോജിപ്പിച്ച് ഈ ആർക്കുകൾ ഇന്റർസെക്ട് ചെയ്ത പോയിന്റിനെ സ്കെയിൽ വെച്ച് യോജിപ്പിക്കുന്നു. ഇതിൻ്റെ AB-യുടെ മിഡ് പോയിന്റ് കിട്ടി. ഇനി കോമ്പസ് എടുക്കുക. കോമ്പസിൽ ഇതാണ് സെൻറ്റർ എടുക്കുക. A തൊട്ട് ഈ പോയിന്റ് തൊട്ട് B വരെയുള്ള അകലം സെമി സർക്കിൾ പൂർത്തിയാക്കുക. ഇനി ഈ P-യിലൂടെ ഒരു ലംബം വരയ്ക്കുക. ഇതാണ് 90 ഡിഗ്രി. അപ്പോൾ ഈ അകലമാണ് ഈ ലംബം വൃത്തത്തെ ഈ സെമി സർക്കിളിൽ കട്ട് ചെയ്യുന്ന പോയിന്റും P വരെയുള്ള ദൂരമാണ് നമ്മൾ വരയ്ക്കാൻ പോകുന്ന സമചതുരത്തിന്റെ ഒരു വശം. ഒരു വശം കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് സമചതുരം വരയ്ക്കാൻ അറിയാം. ഈ വശം ഇവിടെ കോമ്പസിൽ കുത്തിയെടുക്കുന്നു. ഇവിടം വരെയാണ്. ഇവിടെ ഒരു ആർക്ക് വരയ്ക്കുന്നു. ഈ പോയിന്റ് കുത്തി
ഇവിടെ ആർക്ക് വരയ്ക്കുന്നു. ഇവിടെ ആർക്ക് വരച്ചു. ഈ ആർക്കുകൾ കട്ട് ചെയ്ത ബിന്ദു ഈ പോയിന്റുകളെല്ലാം യോജിപ്പിച്ച് നമുക്ക് ചതുരമായി. അപ്പോൾ നമ്മുടെ ചതുരം പൂർത്തിയായി. ഈ ചതുരത്തിൻ്റെ പരപ്പളവ് ഇവിടെ പി എ ഇൻറ്റു പി ബി, പി എ 5 പി ബി 3 പി എ ഇൻറ്റു പി ബി ഇസ് ഈക്വൽ ടു പി സി സ്ക്വയർ ആണ് അല്ലേ. പി സി സ്ക്വയർ ആണ്. ഇത് സി കൊടുക്കുകയാണെങ്കിൽ പി സി സ്ക്വയർ ആണ്. പി സി സ്ക്വയറിൻ്റെ അളവ് 5 × 3 15 പി സി സ്ക്വയർ എന്ന് പറയുന്നത് പി സി വശമായ ചതുരത്തിൻ്റെ പരപ്പളവാണ്, സമചതുരത്തിൻ്റെ പരപ്പളവാണ്. അത് 15 സെൻറ്റിമീറ്റർ ആണ്. അപ്പോൾ തന്നിരിക്കുന്ന അളവിലുള്ള സമചതുരം പൂർത്തിയായി. മൂന്നാമത്തെ ചോദ്യം, 3 സെൻറ്റിമീറ്റർ ആരത്തിൽ ഒരു വൃത്തം വരയ്ക്കുക. വൃത്തത്തിൽ പി എന്ന ഒരു ബിന്ദു അടയാളപ്പെടുത്തുക. പിയിലൂടെ തൊടുവര വരയ്ക്കുക. ഡ്രോ എ സർക്കിൾ ഓഫ് റേഡിയസ് 3 സെൻറ്റിമീറ്റർ. മാർക്ക് എ പോയിന്റ് പി ഓൺ ദ സർക്കിൾ. ഡ്രോ ടാൻജൻസ് ടു ദ സർക്കിൾ ത്രൂ ദിസ് പോയിന്റ്. ഇവിടെ ആദ്യം 3 സെൻറ്റിമീറ്റർ ആരത്തിൽ ഒരു വൃത്തം വരച്ചു. വൃത്തത്തിൽ ഇതിൻ്റെ കേന്ദ്രമാണിത്. ഒരു പോയിന്റ് മാർക്ക് ചെയ്തു. വൃത്തത്തിലൊരു പോയിന്റ് എവിടെയെങ്കിലും മാർക്ക് ചെയ്തു. ഒരു പോയിന്റ് മാർക്ക് ചെയ്തു. പി എന്ന പോയിന്റ് മാർക്ക് ചെയ്തു. നമ്മളിവിടെ പറഞ്ഞിരിക്കുന്നത് 3 സെൻറ്റിമീറ്റർ ആരമുള്ള വൃത്തം വരച്ച് വൃത്തത്തിൽ ഒരു പോയിന്റ് മാർക്ക് ചെയ്ത് ആ പോയിന്റിലൂടെ ഒരു തൊടുവര, ഒരു ടാൻജന്റ് വരയ്ക്കുക. ഇവിടെ ഓ കേന്ദ്രമായ വൃത്തം വരച്ചു. വൃത്തത്തിൽ പി എന്ന പോയിന്റ് മാർക്ക് ചെയ്തു. പിയിലൂടെ ടാൻജന്റ് വരയ്ക്കാൻ ആദ്യം ഈ ഒയും പിയും കൂടെ ജോയിൻ ചെയ്ത് ഒ പി എന്ന റേഡിയസ് വരയ്ക്കുകയാണ് ചെയ്യുന്നത്. ഒ പി എന്ന റേഡിയസ് വരച്ചു. ഇനി ഒ പിക്ക് പെർപെൻഡിക്കുലർ വരച്ചാൽ മതി. പിയിലൂടെ പെർപെൻഡിക്കുലർ വരയ്ക്കുക. പെർപെൻഡിക്കുലർ വരയ്ക്കാൻ നമുക്ക് ഒന്നിനെ കോമ്പസ് ഉപയോഗിക്കാം, അല്ലെങ്കിൽ സെറ്റ് സ്ക്വയർ ഉപയോഗിക്കാം. കോമ്പസ് ഉപയോഗിച്ച് വരയ്ക്കാൻ നോക്കാം. ഒ പിയുടെ പകുതിയേക്കാൾ കൂടുതൽ ആരമെടുത്തു. അതിനുശേഷം പി കേന്ദ്രമായിട്ട് ആർക്ക് വരയ്ക്കാണ്. പി കേന്ദ്രമായിട്ട് ഇതുപോലെ ഒരു ആർക്ക് വരച്ചു. അതിനുശേഷം ഈ പോയിന്റ് കുത്തിയിട്ട് ഈ ആർക്കിനെ ഒരേ അകലത്തിലുള്ള 2 ബിന്ദുക്കൾ കട്ട് ചെയ്യിപ്പിക്കുന്നു. ഇവിടുന്ന് കട്ട് ചെയ്തു. ഈ പോയിന്റ് കൊണ്ടുവെക്കുന്നു. ഇവിടെ കട്ട് ചെയ്തു. ഇനി ഈ കട്ട് ചെയ്ത പോയിന്റിൽ കുത്തിയിട്ട് ഇതിൻ്റെ മുന്നിൽ മറ്റൊരു ആർക്ക് വരയ്ക്കുന്നു. ഒരാർക്ക് വരയ്ക്കുന്നു. ഈ പോയിന്റ് വെക്കുന്നു. ഇവിടെ വെക്കുന്നു. ഈ ആർക്കുകൾ കട്ട് ചെയ്ത പോയിന്റും പിയും കൂടി സ്കെയിൽ വെച്ച് യോജിപ്പിച്ചാൽ പിക്ക് പെർപെൻഡിക്കുലറായി. ഇപ്പോൾ ഒ പിക്ക് പി എന്ന പോയിന്റിലൂടെ ടാൻജന്റ് പൂർത്തിയായി കഴിഞ്ഞു. ഇങ്ങനെ കോമ്പസ് വെച്ച് വരയ്ക്കാൻ ബുദ്ധിമുട്ടുള്ളവർ നിങ്ങൾക്ക് സെറ്റ് സ്ക്വയർ ഉപയോഗിക്കാം. സെറ്റ് സ്ക്വയർ ഒ പി എന്ന റേഡിയസ് വരച്ചതിന് ശേഷം സെറ്റ് സ്ക്വയറിന് ഒരു വശം ഈ ഒ പിയോട് ചേർത്ത് വെക്കുക. നന്നായി ചേർത്ത് വെച്ചതിന് ശേഷം ഇനി ഇങ്ങനെ ഈ വശത്തോടെ ചേർത്ത് വെച്ചതിന് ശേഷം ഒ പിയോട് ഈ ലംബവശങ്ങളൊന്ന് ഒ പിയോട് ചേർത്ത് വെക്കുക. മറ്റേ വശത്തോടുകൂടി വരയ്ക്കുന്ന വര ഒ പിക്ക് ലംബമായിരിക്കും. അത് പിയിലൂടെയുള്ള ടാൻജന്റ് ആയിരിക്കും. ഇങ്ങനെയും വരയ്ക്കാം. ഏതാണ് എളുപ്പം ഇതിലൂടെ വരയ്ക്കുക. Draw a circle of radius 3 cm. Mark a point P 7.5 cm away from the center. Draw tangents to the circle from P. 3 cm ആരമുള്ള വൃത്തം വരയ്ക്കുക. വൃത്തകേന്ദ്രത്തിൽ നിന്ന് 7.5 cm അകലെ P എന്ന ബിന്ദു അടയാളപ്പെടുത്തുക. പിയിൽ നിന്ന് വൃത്തത്തിലേക്ക് തൊടുവരകൾ വരയ്ക്കുക. ഇവിടെ തന്നിരിക്കുന്ന ആരത്തിൽ നമ്മൾ വൃത്തം വരച്ചു. വൃത്തത്തിന്റെ കേന്ദ്രത്തിൽ നിന്ന് 7.5 സെന്റിമീറ്റർ അകലത്തിലാണ് പി എന്ന ബിന്ദു അടയാളപ്പെടുത്താൻ പറഞ്ഞിരിക്കുന്നത്. കേന്ദ്രത്താണ്.
കേന്ദ്രത്തിൽ നിന്ന് പി എന്ന ബിന്ദുവിടെ അടയാളപ്പെടുത്തി. ഇനി ചെയ്യേണ്ടത് പിയിൽ നിന്ന് വൃത്തത്തിലേക്ക് 2 ടാൻജൻസ് തൊടുവരകൾ വരയ്ക്കണം. അതിനായിട്ട് ഒ പി വ്യാസമായിട്ട്, ഒ പി ഡയമീറ്റർ ആയിട്ട് ഒരു സർക്കിൾ വരയ്ക്കണം. ഒ പി ഡയമീറ്റർ ആകണമെങ്കിൽ ഒ പിയുടെ മിഡ് പോയിന്റ് ആയിരിക്കണം കേന്ദ്രം. അപ്പോൾ ഒ പിയുടെ മിഡ് പോയിന്റ് കണ്ടുപിടിക്കാൻ ഒ പിയുടെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ അല്ലെങ്കിൽ ലംബ സമവാചി വരയ്ക്കണം. അതിന് കോമസ് ഉപയോഗിക്കാം. ഒ പിയുടെ പകുതിയേക്കാൾ കൂടുതൽ എടുക്കുന്നു. 2 ആർക്കുകൾ അല്ലേ, നമുക്ക് പരിചയമായി. ഒരു ആർക്ക് വരച്ചു. അതേ ആരത്തിൽ പിയിൽ കുത്തിയിട്ട് മറ്റൊരു ആർക്ക് വരയ്ക്കുന്നു. ആരം കുറച്ച് കൂടെ കുറയ്ക്കാം. എന്നിട്ട് മറ്റൊരു ഇവിടെ ആർക്ക് കട്ട് ചെയ്തു. ഈ ആർക്കുകൾ കട്ട് ചെയ്ത പോയിന്റുകളെ സ്കെയിൽ വെച്ച് യോജിപ്പിക്കാം. മിഡ് പോയിന്റ് കിട്ടി. ഇത് കേന്ദ്രമായിട്ട് പിയിലേക്കുള്ള ദൂരം, ഈ പോയിന്റ് സെൻട്ര എടുക്കുക. ഈ അകലം പിയിലോട്ടുള്ള ദൂരം കേന്ദ്രമായിട്ട് നമുക്ക് ഈ 2 സർക്കിൾസും കട്ട് ചെയ്ത പോയിന്റ് ആയിരിക്കും പോയിന്റ് ഓഫ് കോണ്ടാക്ട്സ്. ഇത് സ്കെയിൽ വെച്ച് യോജിപ്പിക്കുക. ടാൻജൻസ് പിയിൽ നിന്ന് വൃത്തത്തിലേക്ക് 2 തൊടുവരകൾ വരച്ചു കഴിഞ്ഞു. 2 ടാൻജൻസ്, ഈ ചുവന്ന കളറുള്ള 2 വരകളാണ് തൊടുവരകൾ. അടുത്ത ചോദ്യം നോക്കാം. ഡ്രോ എ ട്രയാങ്കിൾ ഓഫ് ആംഗിൾസ് 30 ഡിഗ്രി, 70 ഡിഗ്രി, 80 ഡിഗ്രി ആൻഡ് ഓഫ് സർക്കം റേഡിയസ് 3 സെന്റിമീറ്റേഴ്സ്. കോണുകൾ 30 ഡിഗ്രി, 70 ഡിഗ്രി, 80 ഡിഗ്രി എന്നിവയും പരിവൃത്ത ആരം 3 സെന്റിമീറ്ററുമായ ത്രികോണം വരയ്ക്കുക. അടുത്ത ചോദ്യം, പരിവൃത്ത ആരം 3 സെന്റിമീറ്റർ ആയിരിക്കണം. കോണുകൾ 30 ഡിഗ്രി, 70 ഡിഗ്രി, 80 ഡിഗ്രി ആയ ഒരു ത്രികോണം വരയ്ക്കുക. നമ്മൾ 9ാം ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട്. ത്രികോണം വരച്ചിട്ട് അതിന്റെ പരിവൃത്തം വരയ്ക്കാൻ പറഞ്ഞു. ഇവിടെ ആദ്യം വൃത്തം വരച്ചിട്ട് ആ വൃത്തം പരിവൃത്തമാകുന്ന വിധത്തിൽ, സർക്കിൾ ആകുന്ന വിധത്തിൽ ഒരു ത്രികോണം വരയ്ക്കുകയാണ് ചെയ്യേണ്ടത്. അതിനായിട്ട് അത് നമുക്ക് തന്നിരിക്കുന്ന അതിൽ ഒരു റേഡിയസ് വരയ്ക്കുകയാണ്. ഒരു റേഡിയസ്, എവിടെയെങ്കിലും റേഡിയസ് വരയ്ക്കുക. വൃത്തത്തിലെ ബിന്ദുവിലെ കോൺ 30 ഡിഗ്രി കിട്ടണമെങ്കിൽ കേന്ദ്രത്തിലുണ്ടാക്കുന്ന കോൺ അതിന്റെ ഇരട്ടി ആയിരിക്കണം, 60 ഡിഗ്രി ആയിരിക്കണം അല്ലെ. അപ്പൊ ഇവിടെ ഒരു 60 ഡിഗ്രി കോൺ ഉണ്ടാക്കുന്നു. 60 ഡിഗ്രി ഇവിടെയാണ് വരിക. 60 ഡിഗ്രി വന്നു. ഈ പോയിന്റ് നമ്മൾ മാർക്ക് ചെയ്യുന്നു. ഈ കോണിട്ട് 60 ഡിഗ്രി കിട്ടി. അടുത്ത കോൺ 70 ഡിഗ്രി ആയതുകൊണ്ട് സെൻട്രൽ ഉണ്ടാക്കുന്ന കോണത്തിലാണ് 140 ഡിഗ്രിയാണ് ഉണ്ടാക്കേണ്ടത്. അപ്പോൾ ഇവിടുന്ന് വീണ്ടും 140 കൂടെ വരയ്ക്കുക. എളുപ്പമാണ്. 140 ഇവിടം വരെ 90, 100, 110, 120, 130, 140 ഇവിടം വരും. ഇവിടെ പോയിന്റ് മാർക്ക് ചെയ്യുക. സ്കെയിൽ വെച്ച് നമ്മൾ യോജിപ്പിക്കുന്നു. ഇപ്പോൾ നമുക്ക് 3 പോയിന്റുകൾ കിട്ടിക്കഴിഞ്ഞു. ഈ 3 പോയിന്റുകളെ സ്കെയിൽ വെച്ച് യോജിപ്പിച്ചാൽ നമ്മുടെ ത്രികോണമായി കഴിഞ്ഞു. നമുക്ക് ആവശ്യമായ ത്രികോണം കിട്ടിക്കഴിഞ്ഞു. ഇപ്പോൾ ഇതിന് പോയിന്റ് പേര് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ എ ബി സി അല്ലേ. നമുക്കറിയാം ഈ കോണ് നമ്മൾ 60 ഡിഗ്രി എടുത്തതുകൊണ്ട് ഇത് അതിൻ്റെ പകുതിയായിരിക്കും, 30 ഡിഗ്രി ആയിരിക്കും. ഇത് 140 ഡിഗ്രി എടുത്തതുകൊണ്ട് അതിൻ്റെ നേരെ പകുതിയായിരിക്കും. ഈ കോണ് 70 ഡിഗ്രി ആയിരിക്കും. ബാക്കി ഇത് 160 ആയതുകൊണ്ട് അതിൻ്റെ പകുതിയായിരിക്കും. ഇത് 80 ഡിഗ്രി ആയിരിക്കും. കോൺ ബി 80 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ നമുക്ക് 30, 70, 80 ഡിഗ്രി അളവുകളുള്ള ത്രികോണം, 3 സെന്റിമീറ്റർ ആഴമായ വൃത്തം,
പരിവൃത്തമാകുന്ന രീതിയിൽ വരയ്ക്കാൻ കഴിഞ്ഞു. അടുത്ത ചോദ്യം, ഡ്രോ എ സർക്കിൾ ഓഫ് റേഡിയസ് 3 cm, ഡ്രോ എ ട്രയാങ്കിൾ ഓഫ് ആംഗിൾസ് 40 ഡിഗ്രി, 60 ഡിഗ്രി, 80 ഡിഗ്രി വിത്ത് ഓൾ ഇറ്റ്സ് സൈഡ്സ് ടച്ചിങ് ദ സർക്കിൾ. ആരം 3 cm ആയ വൃത്തം വരയ്ക്കുക. വശങ്ങളെല്ലാം ഈ വൃത്തത്തെ തൊടുന്നതും കോണുകൾ 40 ഡിഗ്രി, 60 ഡിഗ്രി, 80 ഡിഗ്രിയുമായ ത്രികോണം വരയ്ക്കുക. അടുത്ത ചോദ്യം ഇതുപോലെ തന്നെയാണ്. 3 cm ആരമുള്ള വൃത്തം വരയ്ക്കുക. വശങ്ങൾ വൃത്തത്തെ തൊടുന്ന രീതിയിൽ 40 ഡിഗ്രി, 60 ഡിഗ്രി, 80 ഡിഗ്രി അളവുകളുള്ള ഒരു ത്രികോണം നിർമ്മിക്കുക. ഇവിടെയും ആദ്യം നമ്മൾ വൃത്തം വരയ്ക്കുന്നു. തന്നിരിക്കുന്ന ആരത്തിൽ വൃത്തം വരയ്ക്കുകയാണ്. വൃത്തം വരച്ചു. ഇനി ചെയ്യേണ്ടത് ഇതിലെ ഒരു ആരം വരയ്ക്കുന്നു. ഒരു ആരം വരയ്ക്കാം. ആരം വരച്ചു. 40 ഡിഗ്രി അല്ല, ഇവിടെ 40 ഡിഗ്രി ത്രികോണത്തിന്റെ ഒരു കോൺ 40 ഡിഗ്രി വരണമെങ്കിൽ ഈ കേന്ദ്രത്തിലുണ്ടാക്കേണ്ട കോണ് 140 ഡിഗ്രി ആയിരിക്കും. 180 മൈനസ് 40. സ്കെയിൽ ഉപയോഗിച്ച് വരയ്ക്കാം. 140 ഡിഗ്രി കിട്ടി. അടുത്ത കോണ് 60 ഡിഗ്രിയാണ്. 180 മൈനസ് 60 120 ഡിഗ്രിയാണ് വേണ്ടത്. 120 ഡിഗ്രി ഈ വശവുമായിട്ട് 120 ഡിഗ്രി കോൺ ഉണ്ടാക്കണം. ഇവിടം വരെയാണ് 120 രൂപ. ഇത് നമുക്ക് സ്കെയിൽ വെച്ച് യോജിപ്പിക്കാം. അപ്പോൾ ഇനി ഈ ഓരോ ആരങ്ങൾക്കും ലംബം വരച്ചാൽ മതി. ലംബം വരച്ചു കഴിഞ്ഞാൽ ലംബങ്ങൾ ചേർത്തുകൊണ്ട് നമുക്ക് ത്രികോണം പൂർത്തിയാക്കാൻ പറ്റും. ലംബം വരയ്ക്കാൻ എളുപ്പം സെറ്റ് സ്ക്വയർ ഉപയോഗിക്കുന്നതാണ് നല്ലത്. ഇവിടെ ഇങ്ങനെ ചേർത്ത് വെക്കുക. അപ്പോൾ നമ്മുടെ ത്രികോണം പൂർത്തിയായി. നമുക്കറിയാം ഇവിടെ ഈ രണ്ട് കോണുകൾ ഇവിടെ 40 ഡിഗ്രി കിട്ടണമെങ്കിൽ ഇവിടെ 140 ഡിഗ്രിയാണ് എടുക്കേണ്ടത് എന്ന് മനസ്സിലാക്കുക. കേന്ദ്രവുമായിട്ട് 140 ഡിഗ്രിയാണ് എടുക്കേണ്ടത് മനസ്സിലാക്കുക. കാരണം എന്താ പറയുക, ഈ കോണ് 90 ഡിഗ്രിയാണ്, ഇതും 90 ഡിഗ്രിയാണ്. അപ്പോൾ ഈ ചതുർഭുജത്തിന്റെ 4 കോണുകൾ 360ആണ്. 90 150. അപ്പോൾ ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ 180 കിട്ടണം. അപ്പോൾ ഇവിടെ 40 കിട്ടണമെങ്കിൽ ഇവിടെ 140 എടുക്കേണ്ടത്. അതുപോലെ ഇവിടെ 60 കിട്ടണമെങ്കിലോ ഇവിടെ 120 എടുക്കുക. ഇവിടെ 80 കിട്ടണമെങ്കിൽ ഇവിടെ 100 എടുക്കുക. അങ്ങനെ നമുക്ക് ഈ ചിത്രം പൂർത്തിയാക്കാൻ പറ്റും. പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട ചിത്രങ്ങളാണ് ഈ ക്ലാസ്സുകളിലൂടെ പറഞ്ഞത്. ഇത് പല പ്രാവശ്യം ശ്രദ്ധിച്ച് വരച്ച് പഠിക്കുക.